കുര്യൻ സാറുണ്ട്. കുര്യൻ സാറിന് എനിക്ക് തോന്നുന്നു ഒരു പതിറ്റാണ്ടിന്റെ മേലെ ആയിട്ടുണ്ട്. 13 വർഷം. എന്താണ് കുര്യൻ സാറിന് സാംബിയനെ കുറിച്ച്, മൊത്തത്തിൽ ആഫ്രിക്കയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്? സാംബിയ പൊതുവെ നല്ലൊരു കൂൾ ആൻഡ് കാം കൺട്രിയാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ 2013 ഇവിടെ വന്നതാണ്. അപ്പോൾ അന്നേരം മുതൽ ഇവിടെ തന്നെയുണ്ട്. നല്ല വെതറാണെങ്കിൽ നല്ല വെതറാണ്. ഇവിടുത്തെ ആളുകൾ വളരെ സോഫ്റ്റ് ആൻഡ് കാം ആളുകളാണ്. എല്ലാവരും പൊതുവെ ഇംഗ്ലീഷ് സംസാരിക്കും. ലാംഗ്വേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജിന് ഒരു ബാരിയറും ഇല്ല ഇവിടെ. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നോക്കുമ്പോൾ വളരെ 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 നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇഷ്ടംപോലെ മൈനിങ്സ് ഉണ്ട്. ഗോൾഡ് മൈൻ ഉണ്ട്, കോപ്പർ മൈൻ ഉണ്ട്, മാഗ്നീസ് മൈൻ ഉണ്ട്, എമറാൾഡ് മൈൻ ഉണ്ട്, പലതരത്തിലുള്ള മൈനിങ് ഉണ്ട്. മൊത്തത്തില് സാംബിയ സോയിൽ എന്ന് പറയുന്നത് വെരി മിനറൽ സോയിലാണ്. എവിടെ കുഴിച്ചാലും ഏതെങ്കിലും ഒരു മിനറൽ. 13 വർഷം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് മാറ്റം 13 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവല്ലോ. എങ്ങനെയായിരുന്നു 13 വർഷം മുമ്പുള്ള സാംബിയ? 13 വർഷം മുമ്പ് ഇവിടെ വളരെ വളരെ ഡെവലപ്ഡ് അല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് പോവുകയാണെങ്കിൽ ഒരു ടൗണിൽ നിന്ന് വേറൊരു ടൗണിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 60 മുതൽ 80 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ട സാധ്യതയുണ്ട്. ആ സമയം നമ്മൾ എസ്പെഷ്യലി നൈറ്റിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് 60 മുതൽ 80 കിലോമീറ്റർ കഴിയുമ്പോഴേ നമുക്കൊരു ലൈറ്റ് കാണാൻ പറ്റും. അതുവരെ മൊത്തം ഡാർക്ക് ആയിരിക്കും. അപ്പൊ ആദ്യം സ്റ്റാർട്ടിങ് വന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. കഴിഞ്ഞൊരു 10 വർഷത്തെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ മാറ്റുന്നു. നമ്മുടെ സിറ്റിയിലൂടെ ഞങ്ങൾ താമസിക്കുന്നത് കോപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു പ്രോവിൻസിലാണ്. അപ്പം അവിടെ ഇതുപോലെ തന്നെ ഇപ്പം ഒരു 100-150 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, അതായത് മെയിനായിട്ട് ഒരു പ്ലേസ് നെയിം ഇൻഡോളയിൽ നിന്നും ചിങ്കോള പോകുമ്പോൾ കിറ്റു എന്ന് പറയുന്ന ഒരു ടൗൺ ക്രോസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ലൈറ്റ് ഇല്ലാത്ത സ്ഥലമില്ല. അതെ 120+ അറൌണ്ട് 30 കിലോമീറ്റർ 150 കിലോമീറ്റർ ഗ്യാപ്പിൽ എവിടെ നോക്കിയാലും ലൈറ്റ് ഉണ്ടാവും, ബിൽഡിങ്സ് ഉണ്ടാവും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഇവിടെ നമ്മളെ ബിസിനസ് സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? സാലറി ഒക്കെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ദുബായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ദാൻ ഡബിൾ സാലറിയാണ് ഇവിടെ ഒരു ഫ്രഷർക്ക് കിട്ടുന്നത്. എങ്ങനെയുണ്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ? കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ. സാലറി വൈസും ഗൾഫിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ സാലറി ഹയർ സൈഡ് എന്ന് പറയാം. മിക്കവാറും ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിരിക്കും. പ്ലസ് ഇവിടെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കമ്പനി കാരണം ഈ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു ഇതാണ്, ഡാർക്ക് കോണ്ടിനെന്റ് ആണ്. ഇവിടെ ഒന്നും കിട്ടത്തില്ല. ആളുകൾ പിടിച്ച് തിന്നും അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു പറിക്കും. അങ്ങനെ ഒരു സംഭവമില്ല. കാരണം ചില സമയത്ത് നമുക്ക് ഇവിടെ നാട്ടിൽ സേഫ് ആണെന്നും പറയാം. അടുത്ത നാട്ടിലെ പോലെ തന്നെ അത്രയുള്ള ഇതേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.